ഹലോ മച്ചമാരെ, സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. വല്യേട്ടൻ്റെ 6 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഗൾഫിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഗൾഫിൽ സിനിമയ്ക്ക് 4 ദിവസത്തെ ഗംഭീര ഓട്ടമാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഇത് പ്രദർശനത്തിന് അവിടെ എടുത്തിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറുമൊക്കെ ഒന്ന് നൽകുമല്ലോ. ആദ്യ ദിനം സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരവും അല്ലാതെ പുറത്തു വന്ന അപ്ഡേറ്റുകൾ പ്രകാരം 32 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷനായിട്ട് വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാം ദിവസം 15 ലക്ഷം രൂപയും 3-ാം ദിവസം 18 ലക്ഷം രൂപയുമാണ് സിനിമയുടേതായി വന്നിരുന്നത്. 4-ാം ദിവസം 10 ലക്ഷം രൂപയും 5-ാം ദിവസം 4 ലക്ഷം രൂപയും 6-ാം ദിവസം 2 ലക്ഷത്തോളം രൂപയുമാണ് വന്നിരിക്കുന്ന കണക്കുകൾ. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ഈ ഒരു കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു 79 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യ കേരള കളക്ഷൻ മാത്രമായിട്ട് സിനിമയുടേതായി വന്നിരിക്കുന്നത്. ഗൾഫിൽ നിന്ന് ഇന്നലെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 6 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഏകദേശം 3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 85 ലക്ഷം രൂപ സിനിമ ഓൾറെഡി കടന്നിരിക്കുന്നു. ഇനിയും സിനിമയുടെ ഓട്ടം അധികമൊന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഗൾഫ് മേഖലയിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഇത് വിതരണത്തിനെടുത്തിരിക്കുന്നത്. 4 ദിവസം അവിടെ നാഷണൽ ഹോളിഡേ അങ്ങനെ ഉള്ള ഹോളിഡേയ്സ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് അവിടെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. അതായത് സിനിമ 1 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും ഇവിടെ പലരും വാഷ് ഔട്ടായി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഷ് ഔട്ടായി എന്ന് പറഞ്ഞു വന്നവന്മാർ വാഷർ അടിച്ചിളക്കിയിരിക്കുകയാണ് വല്യേട്ടൻ. ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവർ മനസ്സിൽ വെച്ചിരുന്നത് ഒരു 10 ലക്ഷം രൂപ പോലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള. എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ ഒരു ഭയവും ഉണ്ടായിരുന്നു, എങ്ങാനും കയറിപ്പോയാലോ എന്നുള്ളത്. എല്ലാവർക്കും നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മൾ തന്നെ വീഡിയോ ആദ്യം ചെയ്തിരുന്നു, വേറെ ഒന്നുമല്ല, 1 കോടി അടിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചോദ്യം. 1 കോടി അടിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. അതിനുള്ള സംഭവങ്ങളേ ഉള്ളൂ. കാരണം കൈരളിയിൽ ഒരുപാട് പ്രാവശ്യം വന്ന സിനിമയാണ്. അതും റിലീസ് ചെയ്തിട്ടും 2 പ്രാവശ്യം പിന്നെയും വന്നു. അത്രത്തോളം ആളുകൾ കണ്ട് മടുത്തേക്കുന്ന ചിത്രമെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സിനിമ എങ്ങനെ ഇത്ര എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. വേറെ ഒന്നുമല്ല, അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് 4Kയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൃശ്യ മികവും അതേപോലെ സൗണ്ട് ക്വാളിറ്റിയും മികച്ചതായിരുന്നു. ഇതിനു മുമ്പും മികച്ച 4K റിലീസുകൾ വന്നിരുന്നുവെങ്കിലും ഈ സിനിമയുടെ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു എന്നാണ് കണ്ടവർ പറയുന്നത്. അത് രണ്ടും കളക്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന് ബാക്കി റിലീസുകളിൽ മിക്കതും ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുമാണ്. എന്നിരുന്നാലും ക്വാളിറ്റി വൈസ് ഈ സിനിമ തന്നെയാണ് എന്നുള്ളത് ആരും സംശയമില്ലാതെ പറയുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ 6 ദിവസങ്ങൾ കൊണ്ട് സിനിമ 85 ലക്ഷങ്ങൾക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇനിയും ഗൾഫിൽ നിന്നുള്ള അപ്ഡേറ്റും കിട്ടാനുണ്ട്. എന്താണേലും ഫൈനലായിട്ട് സിനിമ 1 കോടി കടക്കും എന്നുള്ളത് തന്നെ നമുക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം. സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. താങ്ക് യു ബ്രോസ്.